ഹായ് ഫ്രണ്ട്സ്, ജേർണലിംഗ് ജേർണിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീറോ വാല്യൂഡ് ട്രാൻസാക്ഷൻ എന്താണ്, അതുപോലെ എങ്ങനെയാണ് ടാലി പ്രൈമിൽ സീറോ വാല്യൂഡ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സീറോ വാല്യൂഡ് ട്രാൻസാക്ഷൻ നോക്കാം. ഓക്കെ, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുമ്പോൾ, പർച്ചേസോ സെയിൽസോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വേറൊരു പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാം. അതായത് ഫ്രീ പ്രൊഡക്റ്റ് ആയിരിക്കുമ്പോൾ അവിടെ നമുക്ക് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിന് ക്വാണ്ടിറ്റി, റേറ്റും എമൗണ്ടും ഉണ്ടായിരിക്കും. ഫ്രീ പ്രൊഡക്റ്റ് ആകുമ്പോൾ അവിടെ നമ്മളോട് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. ഓക്കെ, അതിൻ്റെ കൂടെ റേറ്റോ എമൗണ്ടോ പറയില്ല, കാരണം അത് ഫ്രീ ആണ്, അത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുക അല്ലെങ്കിൽ കൊടുക്കുക, വാങ്ങുമ്പോൾ നമുക്ക് കിട്ടും, അതേപോലെ സെയിൽ ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് വരാം. ഈ സമയത്താണ് നമുക്ക് സീറോ വാല്യൂഡ് ട്രാൻസാക്ഷൻസിനെ കുറിച്ച് പഠിക്കേണ്ടത്. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് പറയാം. നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പ് വാങ്ങുകയാണ്. അപ്പോൾ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ നമ്മളോട് പറയണത് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഫ്രീ ആണ്. ഒരു ലാപ്പ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മളത് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് സെയിൽ ചെയ്യുമ്പോൾ ഈ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയും വേണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊരു 10 ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 10 ഹാർഡ് ഡിസ്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് സമ്മറി നോക്കുമ്പോൾ ഈ ലാപ്ടോപ്പും 10 കാണണം, ഹാർഡ് ഡിസ്കും 10 കാണണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇങ്ങനെ വരുമ്പോൾ ഇതിനെയാണ് സീറോ വാല്യൂ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ടാലി പ്രൈമിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ലെഡ്ജേഴ്സും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വൗച്ചർ ചെയ്യണതിന് മുമ്പ് നമുക്ക് ഇത് എനേബിൾ ചെയ്യണം. ഏത് സീറോ വാല്യൂ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്യണം. സാധാരണയായിട്ട് ടാലി ERP 9 നമ്മൾ ഫീച്ചേഴ്സ് ഒക്കെ എനേബിൾ ചെയ്തിരുന്നത് F11 പോയിട്ടാണ്, F11 ഫീച്ചേഴ്സിൽ പോയിട്ടാണ്. ഇവിടെ നമ്മൾ അങ്ങനെയല്ല, നമുക്ക് വൗച്ചറിലാണ് നമ്മളത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾട്ടറിൽ പോവാം. ആദ്യം നമുക്ക് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഓൾട്ടറിൽ പോവാം. എൻ്റർ അടിച്ചു. അതിനകത്തുണ്ടായിരിക്കും വൗച്ചർ ടൈപ്പ് ഉണ്ടായിരിക്കും. വൗച്ചർ ടൈപ്പിൽ എൻ്റർ അടിച്ചു. അതിൽ നിന്ന് നമ്മൾ പർച്ചേസ് വൗച്ചർ സെലക്ട് ചെയ്തു. അതിനകത്ത് ഇവിടെ ഉണ്ടായിരിക്കും അലോ സീറോ വാല്യൂഡ് ട്രാൻസാക്ഷൻ എന്നുണ്ടായിരിക്കും. അത് എസ് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക. അതുപോലെ നമ്മൾ സെയിൽസ് വൗച്ചർ എടുക്കുക. അതിലും ഇതേ ഓപ്ഷൻ ആയിരിക്കും, അലോ സീറോ വാല്യൂ ട്രാൻസാക്ഷൻ, എസ് കൊടുത്തു, ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് വൗച്ചേഴ്സിൽ പോവാം. വൗച്ചേഴ്സിൽ പോയി നമുക്ക് ആദ്യം പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലൈസ് ഇൻവോയ്സ് നമ്പർ ചോദിക്കേണ്ടത്, അത് നമുക്ക് ജസ്റ്റ് 0101 എന്ന് കൊടുത്തു. പാർട്ടീസ് അക്കൗണ്ട് നെയിം, പാർട്ടിയുടെ പേര് PQR ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പാർട്ടിയുടെ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുക. കഴിഞ്ഞ പർച്ചേസ് ലെഡ്ജർ ചോദിക്കും. പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെയിം ഓഫ് ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റിൽ പോയി നമ്മളിപ്പോൾ ലാപ്ടോപ്പാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ലാപ്ടോപ്പ് കൊടുത്തു. വേണമെങ്കിൽ നമുക്കിവിടെ അണ്ടർ എന്നുള്ളിടത്ത് ഗ്രൂപ്പ് കൊടുക്കാം, ഏത് കമ്പനിയുടെ ആണെന്നൊക്കെ കൊടുക്കാം. നമുക്കിപ്പോൾ യൂണിറ്റ് കൊടുക്കാം. യൂണിറ്റിൽ ക്രിയേറ്റിൽ പോയി അവിടെ യൂണിറ്റായിട്ട് ലാപ്പൊക്കെ നമ്മൾ നമ്പേഴ്സിലാണ് പറയാറ്. നമ്മൾ നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തു. സ്റ്റാൻഡേർഡ് റേറ്റ്, പർച്ചേസ് റേറ്റ്, സെല്ലിംഗ് റേറ്റ് ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്യണത് 5 ക്വാണ്ടിറ്റിയാണ്. 5 ലാപ്ടോപ്പാണ് പർച്ചേസ് ചെയ്യണത്. ഒരു ലാപ്ടോപ്പിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 45,000 ആണ്. ഓക്കെ, 45,000. അങ്ങനെ ടോട്ടൽ 2,25,000 രൂപയാണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണത് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണ്. അപ്പോൾ അത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റിൽ പോയി കൊടുക്കാം, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് അണ്ടർ പ്രൈമറി കൊടുത്തു. യൂണിറ്റ് നമ്പേഴ്സ് കൊടുത്തു. റേറ്റ് ഒന്നും നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല, സേവ് ചെയ്തു.
എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് നമുക്ക് എത്ര എണ്ണം കിട്ടും? ഒരു ലാപ്പിൻ്റെ കൂടെ ഒരു ഹാർഡ് ഡിസ്ക് ആണ് കിട്ടണത്. അപ്പോൾ 5 ലാപ്പിൻ്റെ കൂടെ 5 ഹാർഡ് ഡിസ്ക്. അതിന് നമുക്ക് റേറ്റ് ഉണ്ടായിരിക്കില്ല, കാരണം അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ റേറ്റ് ഉണ്ടായിരിക്കില്ല, റേറ്റോ എമൗണ്ടോ ഉണ്ടായിരിക്കില്ല. നമ്മളതിനെ എൻ്റർ അടിച്ച് സേവ് ചെയ്യാൻ പോവാണ്. ന്യൂ റെഫറൻസ് കൊടുത്ത് സേവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് റിപ്പോർട്ട്, സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കാം. സ്റ്റോക്ക് സമ്മറിയിൽ പോവാം. ഇപ്പോൾ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് നമ്മുടെ കയ്യിൽ 5 എണ്ണം ഉണ്ട്, പക്ഷെ അതിന് റേറ്റ് ഒന്നുമില്ല, അത് ഫ്രീ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതേപോലെ ലാപ്ടോപ്പ് 5 എണ്ണം ഉണ്ട്, 45,000 രൂപ വെച്ചിട്ട് 2,25,000. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ സെയിൽസ് ചെയ്ത് നോക്കാം. വൗച്ചേഴ്സിൽ പോയി F8 സെയിൽസ് എടുത്തു. ഫസ്റ്റ് ഇൻവോയ്സ് നമ്പർ, റെഫറൻസ് നമ്പറാണ് ചോദിക്കണേ. റെഫറൻസ് നമ്പർ കൊടുത്തു. പാർട്ടിയുടെ പേര് XYZ കൊടുത്തു. പാർട്ടിയുടെ അഡ്രസ്സ് എല്ലാം വന്നിട്ടുണ്ടായിരിക്കും. സെയിൽസ് ലെഡ്ജർ, സെയിൽസ് അക്കൗണ്ട്. ഇനി ഐറ്റം, നമ്മൾ സെയിൽ ചെയ്യണത് ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പ് നമ്മൾ 2 എണ്ണമാണ് സെയിൽ ചെയ്യേണ്ടത്, 2 എണ്ണം. ഓക്കെ, നമ്മൾ സെയിൽ ചെയ്യണത് 50,000 റുപ്പീസിനാണ്. അപ്പോൾ 1,00,000 രൂപ. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് കൊടുക്കണം, 2 ഹാർഡ് ഡിസ്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഹാർഡ് ഡിസ്ക് കൊടുത്തു, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്. അത് 2 എണ്ണമാണ് നമ്മൾ കൊടുക്കേണ്ടത്, കാരണം 2 ലാപ്ടോപ്പാണ് നമ്മൾ സെയിൽ ചെയ്യണത്. അതുകൊണ്ട് നമുക്ക് 2 ഹാർഡ് ഡിസ്കും കൊടുക്കണം. അതിന് റേറ്റ് ഉണ്ടായിരിക്കില്ല, അത് ഫ്രീ പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ എൻ്റർ അടിച്ചു, ന്യൂ റെഫറൻസ് കൊടുത്തു. അവിടെ നമ്മൾ മുകളിലെ റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്തു, എന്നിട്ട് സേവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? റിപ്പോർട്ടൊന്ന് എടുത്ത് നോക്കാം. സ്റ്റോക്ക് സമ്മറിയിൽ പോയി. ഇപ്പോൾ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് 3 എണ്ണേ ഉള്ളൂ, കാരണം 2 എണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പും അതേപോലെ 3 എണ്ണേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് സീറോ വാല്യൂഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം. അതുപോലെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും അക്കൗണ്ട്സ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഈ ചാനൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.